ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, എവിടെയാ? ഫ്ലാറ്റിലുണ്ട്. എന്തേ? ഒരു സന്തോഷ വാർത്ത പറയാനാ ഞാൻ വിളിച്ചത്. അത് കേൾക്കുമ്പോൾ തനിക്ക് സന്തോഷമാവും. എന്താ ഒരു സസ്പെൻസ്? ചെറിയൊരു സസ്പെൻസ് ആകാന്ന് കരുതി. ഞങ്ങളൊരു തീർത്ഥാടനത്തിന് പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? താൻ വരുന്നോ? അയ്യോ, അത് സാറും അമ്മയൊക്കെ പോകുന്നതല്ലേ. കുടുംബത്തിലുള്ളവര് പോകുന്നതിനിടയ്ക്ക് ഞാൻ വരുന്നത് ശരിയാണോ? താനും ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആളല്ലേ. താനും വാ. സത്യം പറഞ്ഞ എനിക്കും ആഗ്രഹമുണ്ട് വരാൻ. പക്ഷേ ഞാൻ വരുന്നത് സാറിന്റെ അമ്മയ്ക്ക് ഇഷ്ടായില്ലെങ്കിലോ? എന്നാ ഞാനൊരു സത്യം പറയട്ടെ. അമ്മയെ പറഞ്ഞത് തന്നെ കൂടി കൊണ്ടുപോകാന്ന്. ഇപ്പൊ ആ കൺഫ്യൂഷൻ മാറിയില്ലേ? ശരിക്കും അമ്മ അങ്ങനെ പറഞ്ഞോ? അതോ സാറ് വെറുതെ പറയാണോ? സത്യമായിട്ടും അമ്മ പറഞ്ഞിട്ടാ ഞാൻ തന്നെ ഈ കാര്യം വിളിച്ചു പറയുന്നത്. ഇതിപ്പോ എന്നെക്കാളും അമ്മയ്ക്കാ തന്നോട് ഇഷ്ടക്കൂടുതലെന്നാ തോന്നുന്നേ. അങ്ങനെ ആരോടും പെട്ടെന്ന് എടുക്കുന്ന ആളല്ല അമ്മ. തന്നെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. ഹലോ ഹലോ, പോയോ? ഒന്നും കേൾക്കുന്നില്ലേ? കേക്കുന്നുണ്ട്. ഈ സന്തോഷം കൊണ്ടേ എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. അതാ മിണ്ടാതെ നിന്നത്. അപ്പോ യാത്ര പോകാനുള്ള ഒരുക്കങ്ങള് ഇപ്പോഴേ തുടങ്ങിക്കോ. ഓക്കെ സാർ. അപ്പൊ ഈ സന്തോഷത്തിന് എന്താ പകരം തരുന്നേ? ഇതാ പിടിച്ചോ. തൽക്കാലം ഇത് വെച്ചോ. നേരിട്ട് കാണുമ്പോ അപ്പൊ തരാം. ഓക്കെ. യെസ്. ഹലോ തുമ്പി മോളെ. ഹലോ മോളെ, കേക്കാവോ? അച്ഛൻ ഇതെവിടെയാ? ഞാൻ കുറച്ചു ദൂരെയാ. എന്താ മോളെ? ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി അച്ഛനെ വിളിച്ചത്. തമ്പുരാനും തമ്പുരാട്ടിയും മരിച്ചത് പൂജയുടെ അന്നല്ലേ? അതെ. അപ്പോ പൂജയ്ക്ക് അമ്പലത്തിൽ നിന്നെടുത്ത മണിമാല നഷ്ടപ്പെട്ടോ? അല്ല, വേറൊന്നും കൊണ്ട് ചോദിച്ചല്ല. അത് നഷ്ടായാൽ നമ്മുടെ കുടുംബത്തിനും നാടിനും ഒക്കെ ദോഷം വരുമല്ലോ. അതോർത്തപ്പോ എനിക്ക് വല്ലാത്തൊരു ആദി. അതാ ഞാൻ വിചാരിച്ചത് അച്ഛനൊന്ന് വിളിച്ച് ചോദിക്കാന്ന്. മനസ്സിലായി മോളെ. മണിമാല നഷ്ടമായിട്ടില്ല. നീ ആരോടും പറയരുത്. മണിമാല ചിന്നുമോളുടെ കയ്യിലുണ്ട്.